രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ തിരക്കിട്ട കൂടിയാലോചനകൾ വളരെ വൈകിയ വേളയിലാണെങ്കിലും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ടീമിനൊരു കുഴപ്പമുണ്ട്. നീയാണോ കുഴപ്പം? ഇത് എങ്ങനെ കറക്റ്റ് എന്റെ ടീമിൽ തന്നെ ഒന്ന് കേറി? കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനവും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. രാഹുലിനെ തെറ്റിതിരുത്താൻ ഇനിയൊരു അവസരമില്ല എന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സാഹചര്യമാണിതെന്നും കെ മുരളീധരൻ ഇന്ന് തുറന്നടിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ മീതെ, കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടിയെടുക്കും. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ട പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെയുള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിന് മേൽ ഇടുത്തി പോലെ വന്നാണ് വീണിരിക്കുന്നത്. ഗ്രൗണ്ടിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ ആലോചിക്കണായിരുന്നു. പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ളപാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. രാഹുലിനെ കൈവിടുകയല്ലാതെ പാർട്ടിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലെന്നായി. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. രാഹുലിനെ തള്ളണോ കൊള്ളണമോ എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾക്ക് മുന്നിലേക്ക് കെ മുരളീധരൻ നല്ല ക്ലാരിറ്റിയുള്ള ഒരു നിലപാട് വെക്കുന്നുണ്ട്. സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാനാ തെറ്റിയത്. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ട്. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട്ട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. പാർട്ടി തീരുമാനം പാർട്ടി അറിയിക്കും. ഇപ്പൊ ലീഗലി കാര്യങ്ങൾ നടക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും. എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ. ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. രാഹുലിനെ പാർട്ടിയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക ഇനി പ്രയാസകരമാകും. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ